കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പിൽ നിരവധി പേർക്ക് പണം നഷ്ടമായി. മേലേച്ചൊവ്വ സ്വദേശിക്ക് 1 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പണം പോയത്. ട്രാഫിക് ലംഘനത്തിന് ഫൈൻ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ നൽകിയ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത മട്ടന്നൂർ സ്വദേശിക്കും പണം നഷ്ടമായി. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 1,07,257 രൂപയാണ് മേലേച്ചൊവ്വ സ്വദേശിക്ക് നഷ്ടമായത്. ഇത്രയും പണം ഉപയോഗിച്ചത് താനല്ല എന്ന് കാട്ടി മേലേച്ചൊവ്വ സ്വദേശി കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകി. ഈ പണം നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രാഫിക് ലംഘനത്തിന് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു വന്ന മെസ്സേജിന് പ്രതികരിച്ചതാണ് മട്ടന്നൂർ സ്വദേശിക്ക് 22,000 രൂപ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു നൽകിയ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടു എന്നാണ് മട്ടന്നൂർ സ്വദേശിയുടെ പരാതി. വളപട്ടണം സ്വദേശിയുടെ 17,500 രൂപയും നഷ്ടപ്പെട്ടു. HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നെന്ന വ്യാജേന വിളിച്ച് ക്രെഡിറ്റ് കാർഡിന്റെ സർവീസ് ചാർജ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് കാർഡ് വിവരങ്ങൾ കരസ്ഥമാക്കിയാണ് പണം തട്ടിയെടുത്തത്. കൂത്തുപറമ്പ് സ്വദേശിനിയുടെ 10,560 രൂപയും നഷ്ടമായി. വാട്സപ്പ് മെസ്സേജ് കണ്ട് ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലിക്ക് വിവിധ ടാസ്കുകൾ നൽകുകയായിരുന്നു. അതുവഴി പണം തട്ടുകയാണ് ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. ചാലോട് താമസിച്ചു വരുന്ന അതിഥി തൊഴിലാളിയുടെ 4,000 രൂപ നഷ്ടപ്പെട്ട പരാതിയും സൈബർ പോലീസിൽ എത്തി. ഫോൺ പേയിൽ നിന്ന് മുൻപരിചയമില്ലാത്ത സഹയാത്രികൻ ഫോൺ വാങ്ങി പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പരാതി. കൊളവില്ലൂർ സ്വദേശിയുടെ 14,404 രൂപയും ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായി. ഓൺലൈൻ ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞാണ് പരാതിക്കാരന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്. കണ്ണൂർ സിറ്റി സ്വദേശിയുടെ 36,560 രൂപയും നഷ്ടപ്പെട്ടു. ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വിവിധ ടാസ്കുകൾ നൽകിയ ശേഷം അക്കൗണ്ട് വഴി പണം തട്ടുകയായിരുന്നു. കൂത്തുപറമ്പ് സ്വദേശിയുടെ 19,999 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി OTP ചോദിച്ചാണ് പണം തട്ടിയെടുത്തത്. ഇത്തരം പരാതികൾ വ്യാപകമാകുകയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. അനാവശ്യ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ ഇത്തരത്തിൽ പണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ ഉടൻ പരാതികൾ രജിസ്റ്റർ ചെയ്യണമെന്നും സൈബർ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.